ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നാനാ ജോയ് വ്ളോഗ്സ്. എല്ലാവർക്കും സുഖാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഇപ്പോഴത്തെ ഈ ചൂടിൻ്റെ ദാഹവും വിശപ്പൊക്കെ മാറ്റാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ട് ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടാണ് ഈ ഫ്രൂട്ട് ജ്യൂസ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരൊറ്റ ഗ്ലാസ് മതിയാകും, നമുക്ക് വിശപ്പും മാറും, അതേസമയം ദാഹവും മാറിക്കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് കണ്ടു നോക്കാം. ഞാനിവിടെ കുറച്ച് ചെറുപഴം, മാതളം, മുന്തിരിങ്ങ, തണ്ണിമത്തൻ, കപ്പലണ്ടി കടല, നറുനീണ്ടി സിറപ്പ്, ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഫ്രൂട്ട്സൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ വീട്ടിലുണ്ടായിരുന്ന ഫ്രൂട്ട്സ് വെച്ചാണ് തയ്യാറാക്കാൻ പോകുന്നത്. നമുക്കിനി പഴമെല്ലാം തൊലി കളഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പഴമെല്ലാം തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. പഴം നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ഞാനിവിടെ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അടുത്തതായി ചെറുതായി കട്ട് ചെയ്ത മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഒരു കഷ്ണം തണ്ണിമത്തങ്ങ ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി മാതളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പകുതി മാതളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായി നമുക്ക് കപ്പലണ്ടി കടല ചേർത്ത് കൊടുക്കാം. അതിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അടുത്തതായി നറുനീണ്ടി സിറപ്പ് ആവശ്യത്തിന് ചേർക്കാം. ഇനി ഫൈനലായി കുറച്ച് ഐസ് ക്യൂബും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാലോ ഇത് എത്രമാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് ജ്യൂസ് ആണെന്ന്. ഇപ്പോഴത്തെ ഈ ചൂടിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫ്രൂട്ട് ജ്യൂസാണിത്. ഇനി നമുക്ക് ഇതൊന്ന് ഉടൻ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇതുപോലൊരു ഫ്രൂട്ട് ജ്യൂസ് നിങ്ങളും വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.